ഹലോ ഗായ്സ്, എല്ലാവരും സ്പാട് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതെ ഗായ്സ്, നമുക്കൊന്ന് ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യണം. ഇൻറ്റീരിയർ അത്രയ്ക്ക് വലിയ ഇതൊന്നുമല്ല, നമ്മളിവിടെ വീടില്ലേ അതൊന്നും താഴത്തെ സ്റ്റോറേജ് കമ്പനിയായിട്ട് എല്ലാ ജസ്റ്റ് കമ്പനിയായിട്ട് വയ്ക്കണം. പിന്നെ എന്നാ ഇതൊക്കെ കൊണ്ട് വയ്ക്കണം. നമുക്ക് അതിനൊരു കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ പിന്നെ എന്താ ഇൻഫോം ഉണ്ടാകാതിരിച്ചതാ. പിന്നെ അതിൻ്റെ ബ്രീഡ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ലോങ് വെടിയായിരിക്കും. നമുക്ക് നാളെ സെറ്റാക്കി വെച്ചിട്ടാ. പിന്നെ ഇത് ഫുള്ള് ഫുഡ് കഴിക്കുമ്പോൾ ഇത്ര ഫുഡാവാത്ത പിടിച്ചു കേട്ടോ. ഓക്കെ 8 ഞാനൊന്നും ഭയന്നു. 16 മതി. 8 ജസ്റ്റ് ചെയ്തു. എന്തായാലും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ബേസിനെ കുറിച്ച്. എനിക്കിഷ്ടപ്പെട്ടു. നമുക്കെന്തെങ്കിലും കൊണ്ട് വയ്ക്കാം. ഇവിടെ ഉണ്ടോ വയ്ക്കാം, ഇവിടെ ഉണ്ടോ വയ്ക്കാം. ഇവിടേക്ക് സ്പേസ് എടുത്ത് കുഴപ്പമില്ല. ഇവിടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നാലിലൂടെ ഇരിക്കണ്ടല്ലോ. ഇനി ഇങ്ങോട്ട് വയ്ക്കാനാ ഇങ്ങനെ. ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, വച്ചിട്ട് കാര്യമില്ല. സെറ്റാകണല്ലോ. അല്ല നമുക്കിത് ഫുള്ള് കുത്തിപ്പൊടിച്ചിട്ട് ഇതൊക്കെയാലോ, ഏത് സ്ലാബാക്കിയാലോ. സ്ലാബൊക്കെ ജസ്റ്റ് തുറക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാനുണ്ട്. അവിടെ പിന്നെ ഫുഡ് ഫോം ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു, അതും ഉണ്ടാക്കണം. ഒരു ഫുഡ് എന്തെങ്കിലും എടുത്ത് വെച്ചേക്കാം നമുക്ക്. പിന്നെ എന്നാ എടുക്കാൻ, ഇവിടെ ഞാൻ കുറച്ച് ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ എടുക്കാം. നമുക്കിപ്പോൾ നല്ലൊരു ഫുഡിൻ്റെ ആവശ്യം വരണ്ടേ. നമുക്കൊരു കൊബിൾസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. അറിയില്ല, കൊബിൾസ്റ്റോൺ ജനറേറ്റർ. അതിന് നമ്മൾ ഇൻഫോം ഉണ്ടാക്കണം. നടക്കടോ മതി. പിന്നെ കുറച്ച് ലാൻഡാണ് കൊടുക്കണം. അതൊക്കെ നമുക്ക് ഇതൊക്കെ ഇട്ട് വയ്ക്കാം. അയ്യോടാ, എന്തായാലും ഇതൊക്കെ കഴിക്കട്ടെ. ഇതൊക്കെ നമുക്കെടുക്കാം. അയ്യോ, എപ്പോഴും മണ്ടത്തിന് കാണിക്കണോളോ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം. സെപ്പറേഷൻ വയ്ക്കാമല്ലോ. ഇവിടെ തന്നെ സെപ്പറേഷൻ വയ്ക്കുന്നുണ്ട് വേറെ, അല്ലെങ്കിൽ വേറെ വഴിയുണ്ട്. ഇതങ്ങ് പൊട്ടിച്ചാറ്റിയിട്ട് 2 ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ. ഇതൊന്നില്ലേ, വേണമെങ്കിൽ കുറച്ച് നല്ലപോലെ വലുതാക്കാനുണ്ടായിരുന്നു. നമുക്ക് താഴത്തോട്ട് കുറച്ച് സെറ്റ് ചെയ്യാമായിരുന്നു. നമുക്ക് സെറ്റ് ചെയ്യാം പതുക്കെ. കുറച്ച് സ്ലാബ് ഇടുന്നുണ്ട്. സ്ലാബോ സ്റ്റേ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുണ്ട് സ്റ്റെയറ്. പുള്ളിക്കോട്ടെ ഇതെല്ലാം കൂടെ എൻ്റെ കയ്യിലോട്ടോടും. അവിടെ എൻ്റെ ഒരുപാട് മിസ്ക്ലിക്ക് വരണം കേട്ടോ. ഞാൻ കണ്ടില്ല എസ്കേപ്പ് അടിച്ചത്. നമുക്കിതെല്ലാം കമത്തി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാവും. കുഴപ്പമില്ല, തിരക്കില്ല. ഒന്നുമില്ലാതെ ഇരിക്കണതായാലും വല്ല എന്തെങ്കിലുമൊക്കെ ഇരിക്കണത്. ഇവിടേക്ക് ടോർച്ച് നിന്ന് ഇവിടത്തോട്ട് കളഞ്ഞിട്ട് അടുത്താൽ ഞാൻ സോ ഇൻ്റലിജൻറ്റ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അവിടെ സെറ്റ് ചെയ്യണ്ടേ. ഇത്ര മതി. ഇവിടേക്ക് എന്തെങ്കിലും സെറ്റാക്കണല്ലോ. മേളിലോട്ട് കയറിട്ട് മേളിൽ തന്നെ സെറ്റപ്പ് ഉണ്ടാക്കാനാണ്. ഇവിടെ നമ്മുടെ ബെഡ്റൂം ഉണ്ടാക്കിയാലോ. ബെഡ്റൂം ഇവിടേക്ക് ഉണ്ടാക്കാം. ഇതൊരു സിമെട്രി ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് റെഡ് പിടിപ്പിച്ചാലോ.
റെഡ് കൊണ്ടൊപ്പിക്കാം. റെഡിന് അത്ര ഇഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ഇതായിരിക്കണം റെഡല്ലേ ഇത്, ഇതായിരിക്കണം. ഓടിച്ചു തരാം. നമുക്ക് അതിന് ഇത് വെക്കണം. കിട്ടി. ഇനി ഈ പൂക്ക് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ബാക്കിൽ ചെടി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഇതൊക്കെ പോവും, റീസ്പോൺ പോവും, അത് കുഴപ്പമില്ല. നമുക്കത് ഫുള്ള് അവിടെ കൊണ്ടുവയ്ക്കാം. ഫുള്ളോ എപ്പോഴും ഓടിച്ചാലും ഉള്ളൂല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഇപ്പോഴും എൻ്റെ ഫുഡിൻ്റെ കാര്യം ഓക്കെ. ഷാർപ്പ്നെസ് ഉണ്ടാകുന്നത് എങ്ങനെയും കൊല്ലുന്ന മതിയായിരുന്നു. ഇതൊക്കാം ഇവിടെ വെച്ചേക്കാമല്ലേ. അയ്യോ, എൻ്റെ ആക്സ് അല്ല ഞാൻ പുറത്തിറക്കി വെച്ചത്. ഇങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാലോ. ഇത് തരക്കേടില്ല, ഇവിടേക്ക് വേണ്ട. ഇവിടെ ഒന്ന് വേറെ വല്ലതും സെറ്റാക്കാനുള്ളതേ. കുറച്ച് കാർപ്പറ്റ് കൊണ്ടുവരാം. കാർപ്പറ്റ് ഉണ്ടാവില്ല. ഇറങ്ങടോ. ഒരു 4 വൂള് വേണം. അതേയിരിക്കണം വൂള്. 1 ഹിറ്റ്. ഇത് 2 എണ്ണം നടന്നെങ്കിൽ കാര്യം പറഞ്ഞാൽ നമുക്കൊരു വൂൾ ഫാം ഉണ്ടാക്കാമായിരുന്നു. കുറച്ച് അതേയിരിക്കണം കേട്ടത്. ഉണ്ടോ തന്നെ പറയാം. പോവുക ലൂട്ട് താടോ. ഇത് നമുക്ക് ഫുഡും കിട്ടും. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എത്ര എണ്ണമായി? 2 എണ്ണം ആയിട്ടുള്ളൂ. കാരണം ഒരു വില്ലേജിൽ പോകുകയാണെങ്കിൽ ആരും വില്ലേജിൽ ഉണ്ടാവേണ്ടതാണല്ലോ സാധാരണ. ബ്രോ താഴെ എൻ്റെ സമ്മാനമുണ്ട്. താഴത്ത് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ എൻ്റെ 2 ഇതിനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊരു ചങ്കൊക്കെ ലോഡായതാണല്ലോ. എന്നിട്ട് ലാഗ് അടിക്കണം. ഫുഡും സെറ്റാക്കിയിട്ടില്ലല്ലോ. ഫുഡിന് ഇവിടെ നമുക്ക് അടുത്ത വില്ലേജ്. അതേ എവിടെ പോയാലും നീയാണല്ലോ. എന്നിട്ട് വിളിച്ചതാണല്ലോ. എന്ത് ഇതെന്ന് പറഞ്ഞാ ഓ പഫർ ഫിഷ്. ഇന്നലെ ഒരു കളിയാണ് സാധനം. വർക്കായിരുന്നെങ്കിൽ മതി. ഹോൾഡ് ചെയ്യാം. കൊടുത്തിന് കേട്ടാ കഴിക്കണേ. കിട്ടിയില്ലേ? കിട്ടിയതാണല്ലോ. കിട്ടിയതാ. മിൽക്ക് ബക്കറ്റ് കിട്ടിയതാണ് കണ്ടതാ. ഇവിടെ ചാടിപ്പോയില്ല. എന്ത് ചങ്ങനെ ഓടാമാണ് കേട്ടത്. ഞാൻ കണ്ടതാടാ. ഒരു വാട്ടർ ബക്കറ്റ് ഇപ്പോൾ കിട്ടാണ്. എന്നാലും അവനൊക്കെ എന്താണ് അവൻ്റെ കയ്യിൽ? അവൻ സേഫാണ്. ഇവിടെ വേറെ അടയ്ക്ക് എടുക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ നോക്കാം. ഞാൻ വൂള് കണ്ടിരിക്കുകയാണല്ലേ. ശരിക്കും ഇതങ്ങനെ പറഞ്ഞാൽ വൂളുണ്ടാക്കാം. ഇവിടുത്തെ 2 വൂൾ എടുത്തുകൊണ്ട് പോകാനേ. 2 എണ്ണം മതി ധാരാളം. ആയിട്ടുള്ളൂ. കൊടുക്കണ്ടല്ലോടാ. ജോലിയായിട്ട് നമ്മൾ പഠിക്കാനേ. ഓക്കെ, നമുക്ക് തിരിച്ചു പോവാം. എന്നാൽ മിൽക്ക് ബക്കറ്റ് ഡ്രോപ്പ് ചെയ്താൽ ഒരു വാട്ടർ ബക്കറ്റ് കൈ തരാൻ എന്തിനാണ് ചോദിക്കണത്? ചുമ്മാ ഇരിക്കണതാ വെറുതെ. നമുക്ക് എന്തായാലും കുറച്ച് സെറ്റപ്പ് ആക്കണം. എന്നുകൊണ്ട് കുറച്ച് പെയിൻ്റൊക്കെ വെക്കണമുണ്ട്. നമുക്ക് അയൺ ടോം സെറ്റാക്കുകയാണെങ്കിൽ
ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് ഇപ്പോൾ ചെറുതാണേ, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 3 ഭാഗത്ത് അവിടെ ഉണ്ട്. പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ്റ് ക്രിസ്മസ് സിറ്റി ചെയ്തിൽ എത്രയായിട്ട് എന്നിട്ടാണ് അൻകുളത്തിൻ്റെ ഫ്രണ്ടിന് അടിക്കാൻ പോയത്. അൻകുളത്തിന് നൈറ്റായ എൻ്റെ മോളുടെ പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാ ചതുരക്കട്ട പോലെ ഇരിക്കുക. ഇതായിരുന്നു എന്നെ രസമായി കാണാം. എന്തായാലും ആദ്യത്തെ രാത്രി നമുക്ക് വീണ്ടും തന്നെ തുറക്കാം. നമ്മളതിൻ്റെ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്നാ പറയുക, ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആണ്. അതിനിപ്പോൾ ഉണ്ടാക്കാതെ പറ്റില്ല ഇൻറ്റീരിയർ. ബഗ് പിടിച്ചാൽ പിന്നെ എന്തൊക്കെ സെറ്റാക്കണം. ഉള്ളിലിട്ട് വേണമെങ്കിൽ സെപ്പറേഷൻ ഉണ്ടാക്കണമല്ലേ. ഇവിടെ പറ്റും. നമ്മുടെ ഫർണസ് കൊണ്ടുവയ്ക്കട്ടെ അവിടേക്ക്. ക്രാഫ്റ്റിംഗ് ടേബിള്, ഫർണസ്, പിന്നെ സ്റ്റോൺ കോട്ട്. ഇപ്പോഴത്തെ നമുക്ക് ഇത്ര ഇൻറ്റീരിയർക്ക് അഡ്രസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അയൺ ഫോം ഉണ്ടാക്കിയിട്ടാണ് ഇനി അതിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഫർണസൊക്കെ ഓടിരിക്കട്ടെ. ഇത് കിച്ചൺ ഏരിയ ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതാട്ടെ ഹാള് ഫർണസിൻ്റെ സ്ഥലമൊക്കെ ഇവിടെ, കമ്പോസ്റ്റർ കൂടെ അല്ല, ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ. ഇതിങ്ങനെ ഉണ്ടാക്കാം, കാരണം തിരിച്ചുണ്ടാക്കുന്നതാണ്. ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കാം. ഇപ്പോഴത്തോട്ട് നമുക്ക് ഇത്ര സെറ്റാക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ എല്ലാം സെറ്റപ്പ് ആക്കാം. ഈ ക്യാമറ ജസ്റ്റ് കൊടുത്തുകൊണ്ട് വരാമായിരുന്നു. സമയമുണ്ടോ? കുഴപ്പമില്ല. അത് കൊടുക്കാൻ പറ്റുന്നതാണല്ലോ. ഇത് ഇപ്പോഴത്തേക്ക് വീണ്ടും ഉള്ളിലേക്ക് വെക്കണുള്ളൂ. പിന്നെ നമുക്കിതൊക്കെ ഡിവൈഡ് ചെയ്ത് വെക്കണ്ടേ. ഇത് പറ്റില്ല, ഇതും പറ്റില്ല. നമുക്കെന്ത് പറ്റുന്ന കൊടുത്തുകൊണ്ട് വരാമെന്നാണ് പറ്റാത്തത്. ഇപ്പോഴത്തോട്ട് ഇത് കൊടുത്തുകൊണ്ട് പോയിട്ട് ബേസിന് താഴെ ചുമ്മാ ഒരു എസ് വെക്കണം. ഇതും കൂടെ ആയിട്ട് കുറച്ചാൽ മതി. എന്നിട്ട് ബ്ലോക്ക് ഉണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് ബോർഡർ ജസ്റ്റ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഫുള്ള് വെയിറ്റ് ചെയ്യുക. അടുത്തല്ല വേറെ ഒരു വഴിയുണ്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ വയ്ക്കാൻ? എനിക്ക് നല്ലതായിട്ടൊന്നും അറിയില്ല കേട്ടോ. അടുത്ത് ജസ്റ്റ് ഓടി കിട്ടാൻ ഇതിനുണ്ടത് കേട്ടെ. ടോപ്പിലോട്ട് കയറി പോകണ്ട. നമുക്ക് അടുത്തന്നെ സെറ്റ്. അതും കൂടെ എടുക്കാണ്ടില്ലേ? അതും കൂടെ എടുക്കണം. ആ സിസ്റ്റം കൂടെ എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടുക്കാൻ പറ്റും. എല്ലാം കൈ കയറി. ഓക്കെ, ഒന്നുമില്ലല്ലോ. ലാടായി, സ്പൈഡറായി, ഒക്കെ ആവശ്യമായിട്ട് സാധനം. ഇൻറ്റീരിയർ എനിക്ക് മേലോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ ഇൻറ്റീരിയർ ഒന്നുകൂടി സെറ്റാക്കാം. ഇനി അടുത്ത വീഡിയോയിലേക്കൊന്നുമില്ല, ഇനി അയൺ ഫാം ഉണ്ടാക്കിയിട്ടെല്ലാം സെറ്റാക്കാം. ഇതൊക്കെ ഞാൻ ഓഫ് ക്യാമറ സെറ്റാക്കോളാം. ലെതർ വെച്ചിട്ടൊക്കെ സെറ്റാക്കാം. നാളെ നമുക്കൊരു ഫുഡ് ഫാം ഉണ്ടാക്കണം. ഫാമിന് നമുക്ക് ദാരിദ്ര്യം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.